ഇവിടം വരെ എത്തിയുള്ള അല്ല, മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ? ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി. നിന്റെയൊക്കെ സൗകര്യത്തിന് എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യം കൂടെ സ്വല്പം നോക്കിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തടാ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ സക്രിയ. പോണവനൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. എന്താ മദ്യം അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർണിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക, പോരുന്നുണ്ടോ? വക്കീലെ, ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല, അത് ശരിയാവില്ല. അവനങ്ങ് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് നിന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണെന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണോന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും.